ഹലോ, എൻ്റെ പേര് റയീസ്. ഈ വീട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യുന്നത് പൂക്കോട്ടുംപാടത്താണ്. അറൗണ്ട് 1600 സ്ക്വയർ ഫീറ്റിൽ ഒരു 3 BHK വീടാണ് ചെയ്തിട്ടുള്ളത്. ഈ വീട് കൺസ്ട്രക്ഷനും ഡിസൈനും പ്ലാനും സൂപ്പർവിഷനും എല്ലാം നമ്മുടെ ടീമിൻ്റെ കീഴിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഹരിത. ഞങ്ങളുടെ വീട് ഉണ്ടാക്കിയത് റൈസും ടീമുമാണ്. ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ 3 BHK ആണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് വേണ്ട റിക്വയർമെന്റ് പറഞ്ഞത് എപ്പോഴും കാറ്റും വെളിച്ചവും നന്നായിട്ട് വരണം എന്നുള്ള ഒറ്റ കൺസെപ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓപ്പൺ കിച്ചൺ ആവണം എന്നുണ്ടായിരുന്നു. അപ്പം അതെല്ലാം നമ്മളെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് അതിനനുസരിച്ചുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി. ഒരു പ്രാവശ്യം പോലും അത് കറക്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ ആഗ്രഹം പോലെ ഒരു വീട് ഉണ്ടാക്കി തന്നതിന് ഒരുപാട് നന്ദി. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും വന്നവരെല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. പിന്നെ ഒരു എക്കണോമിക്കൽ റേറ്റിൽ തന്നെ ചെയ്ത് തന്നതിന് റൈസിനോട് സ്പെഷ്യൽ താങ്ക്സും ഉണ്ട്. ഇവരെ ഏൽപ്പിച്ചതിന്റെ ഏറ്റവും നല്ലൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്ത് ഐഡിയാസും ഷെയർ ചെയ്യാൻ യാതൊരു റെസ്ട്രിക്ഷനും ഉണ്ടായിരുന്നില്ല. ഞാനും ഹസ്ബൻഡും ഞങ്ങൾ രണ്ടുപേരും വീട് ഉണ്ടാക്കണം എന്നുള്ളത് ആലോചിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് റൈസിനെ പരിചയപ്പെട്ടതും അതുപോലെ തന്നെ അവരുടെ ടീം വർക്ക് എല്ലാം കണ്ടതും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം നടന്നു. ഞങ്ങൾ വിത്തിൻ 10 months ഞങ്ങൾക്ക് ഹൗസ് വാമിംഗ് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ മഴയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഒരുപാട് ദിവസത്തെ പ്രയത്നം കൊണ്ട് പെട്ടെന്ന് തന്നെ അത് ചെയ്തു തരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം എന്ന് പറയുന്നത് എല്ലാം ഇഷ്ടമാണ്. ഭയങ്കര പീസ്ഫുൾ ആണ് ഇവിടെ ഇരിക്കാന്. ഞാനും ഹസ്ബൻഡും ഒക്കെ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഈ ഹാളിന്റെ പോർഷൻ ആണ്. കാരണം ഒന്നാമത് ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്റിലേഷൻ വരും. പകല് ഞങ്ങള് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റിന്റെ ആവശ്യം ഉണ്ടാവലില്ല. ഇവിടെ ഒരു പേഷ്യോ സ്പേസ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അവിടെ ഡൈനിങ് ഏരിയ ആണ്. അവിടെ നിന്ന് ഒരു ഡോർ ഓപ്പണിങ് കൊടുത്തിട്ട് ഇങ്ങോട്ടൊരു പേഷ്യോ സ്പേസ്. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. വീട് പെട്ടെന്ന് ഉണ്ടാക്കിയതുകൊണ്ടില്ല, കുറച്ച് വർക്കുകൾ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പേഷ്യോ സ്പേസും അതിൻ്റെ കുറച്ച് പെയിൻറ്റിങ്ങും കുറച്ച് ക്ലാഡിങ് വർക്കിൻ്റെ ഒക്കെ വർക്കുകൾ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പേഷ്യോൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഈ വീടിൻ്റെ മെയിൻ അട്രാക്ഷൻ പറഞ്ഞാൽ ഹാള് ഡബിൾ ഹൈറ്റ് ആണ്. പോരാത്തതിന് വെസ്റ്റ് പോർഷനിൽ നമ്മൾ ജാളി കൊടുത്തിട്ട് മാക്സിമം എയർ അവിടുന്ന് വീടിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യാൻ നമ്മൾ അതിന് ശ്രമിച്ചിട്ടുണ്ട്. അവിടെ രണ്ട് സൈഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഓപ്പൺ ആക്കി കൊടുത്തുകൊണ്ട് എയർ അതിലൂടെ കടന്നിട്ട് ഇതിലൂടെ പാസ് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
ഈ ഒരു പ്ലോട്ട് വിസിറ്റ് ചെയ്ത ഉടനെ തന്നെ ഒരു ഇനീഷ്യലായിട്ട് കൊടുത്ത പ്ലാനിൽ തന്നെ ഒരു ഓക്കെ ആയിരുന്നു. പ്ലാനും 3Dയിലും എലിവേഷൻ ഡിസൈനും കാര്യങ്ങളും എല്ലാം നമുക്ക് കൂടുതൽ ചേഞ്ചസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. ഫസ്റ്റ് കൊടുത്ത പ്ലാനിൽ തന്നെ അവരും അവരുടെ ഫാമിലി ഓക്കെ, കാരണം അവർ ഓൾറെഡി അവരുടെ റിക്വയർമെന്റ് കംപ്ലീറ്റ്ലി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. A to Z അവർ പറഞ്ഞു തന്നിട്ട് അതുപോലെ തന്നെ ആയിരുന്നു നമ്മൾ അവർക്ക് പ്ലാനും കൊടുത്തിരുന്നത്. അതിനാൽ നമുക്ക് കൂടുതൽ എഡിറ്റിങ്സോ കാര്യങ്ങളോ അതിൽ വേണ്ടി വന്നിട്ടില്ലായിരുന്നു. അവർ ഫസ്റ്റ് ഇതിൽ തന്നെ അവർ ഓക്കെ ആയി. വീട് പണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ പണിക്കാരെ നോക്കാനും പിന്നെ പാറകം കയറൽ മുതലൊക്കെ JCB കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാനൊക്കെ ഉള്ള ചുമതല നമുക്കായിരുന്നു. കാരണം എഞ്ചിനീയർ കുറച്ച് ദൂരത്തുള്ള ആളായതുകൊണ്ട് ഈ ഭാഗത്തുള്ള അത്ര തന്നെ അറിയില്ലല്ലോ. അപ്പം അങ്ങനെ നമ്മളെല്ലാവരും കൂടി സഹകരിച്ചിട്ടാണ് ഈ തോതിൽ കാര്യങ്ങളൊക്കെ നീങ്ങിയത്. ഞങ്ങള് പ്ലാന് വരച്ചു തന്ന സമയം തൊട്ട് ഞങ്ങൾക്ക് പിന്നെ വീട് എങ്ങനെയാവും ഒന്നാമത് നമുക്ക് ഈ ഇതിനെപ്പറ്റി വലിയ അറിവുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും എല്ലാം എന്തൊക്കെ ഐഡിയാസ് കളക്ട് ചെയ്യാൻ പറ്റും അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ റെഫറൻസ് റേസിന് അയച്ചു കൊടുക്കും. അപ്പൊ അവരും അത് ഓക്കെ ആണെന്ന് പറഞ്ഞ് ഞാനും ഹസ്ബൻഡ് ഒന്നാമത് നാട്ടിലില്ലാത്ത കാരണം കൊണ്ട് തന്നെ എയർഫോഴ്സിലാണ്. അപ്പം ആ സമയത്ത് മുഴുവൻ ഞങ്ങൾ ത്രൂ ഔട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മള് മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ടീമും അങ്ങനെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് എല്ലാവരും അച്ഛനായാലും അമ്മയായാലും എല്ലാവരും ഞങ്ങളുടെ കൂടെ തന്നെ നിന്നതുകൊണ്ട് നമ്മളെ അത്രയും വലിയൊരു ഡ്രീം ആയിരുന്നു അത് ഞങ്ങൾക്ക് നിറവേറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ടീം ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്തിട്ടുള്ളത് ഫൗണ്ടേഷൻ തൊട്ട് ഇതിൻ്റെ കീ ഹാൻഡ് ഓവറിങ് വരെയുള്ള സ്റ്റേജിലാണ് നമ്മൾ പ്രൊജക്റ്റ് ഏറ്റെടുത്തിട്ടുള്ളത്. ഫൗണ്ടേഷൻ, ബേസ്മെൻറ്റ്, സ്ട്രക്ചറൽ വർക്ക്, കോൺക്രീറ്റിങ്, പ്ലാസ്റ്ററിങ്, ഇലക്ട്രിക്കൽ വർക്ക്, ഇങ്ങനെ ഫ്ലോറിങ്, പെയിൻറ്റിങ് എല്ലാ കംപ്ലീറ്റ് വർക്കും നമ്മൾ അതിന് ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഇവിടെ വന്നുപോയ എല്ലാവരും പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം വീടിന്റെ ബഡ്ജറ്റ് ആയിരുന്നു. അതൊരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിൽ പോയിട്ടില്ല. ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലോ ബഡ്ജറ്റ് തന്നെ ആവണം എന്നാണ്. പക്ഷെ ആ ലോ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യം പ്രീമിയം വീടിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾക്ക് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. ഞങ്ങൾ വലിയ ആഗ്രഹമായിരുന്നു ഓപ്പൺ കിച്ചൺ പറഞ്ഞ പോലെ. പിന്നെ പുറത്തേക്ക് ഒരു ബാൽക്കണി റൂമിന് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതും അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി ബേ വിൻഡോയും അതുപോലെ തന്നെ ഈ പാഷ്യോ സ്പേസും, അത് രണ്ടും ഞങ്ങൾക്ക് ആദ്യം വലിയ അറിവുണ്ടായിരുന്നില്ല. പിന്നെ റൈസ് തന്നെ പറഞ്ഞിട്ടാണ് നമ്മളത് ഓക്കെ പറഞ്ഞത്. ഇതിനൊന്നും നമുക്ക് അധികം വിചാരിച്ച എക്സ്പെൻസ് ഒന്നും വന്നിട്ടില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച ആ ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിന് ഞങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ എവിടെ പോയാലും എപ്പോഴും ഹസ്ബൻഡ് പറയുന്ന പോലെ തന്നെ വീട്ടിൽ തന്നെ തിരിച്ചെത്താനുള്ള ആ ഒരു ഫീലിംഗ്, അത് നമ്മള് അത്രയും ആഗ്രഹിച്ച് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അവര് വീട്ടിലേക്ക് പെട്ടെന്ന് വരാൻ തന്നെയാണ് ഞങ്ങൾക്ക് എപ്പോൾ പോയാലും ആഗ്രഹം ഉണ്ടാവാറുള്ളത്.